കഥ തുടങ്ങുമ്പോൾ തന്നെ 2 പോലീസുകാർ ഒരാളെ അറസ്റ്റ് ചെയ്ത് നിങ്ങൾ എന്തിനാണ് അവരെ കൊന്നത്, നിങ്ങളുടെ പേരെന്താണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എന്നാൽ അയാൾ ഇതൊന്നും മൈൻഡ് ചെയ്യാതെ തൻ്റെ പെറ്റായ പൂച്ചയ്ക്ക് തൻ്റെ കയ്യിലുള്ള ആഹാരം കൊടുക്കുകയാണ്. വീണ്ടും ആ പോലീസുകാർ അയാളുടെ പേര് ചോദിക്കുമ്പോൾ ഐ ആം നോബഡി എന്നയാൾ മറുപടി പറയും. ഇനി ഫ്ലാഷ് ബാക്കിലേക്ക് പോയാൽ ഹച്ച് മാർഷൽ എന്നാണ് അയാളുടെ പേര്. ഹച്ചി എന്ന് എല്ലാവരും വിളിക്കും. തൻ്റെ വൈഫും 2 കുട്ടികളും അടങ്ങുന്ന വളരെ സന്തോഷകരമായ ഒരു ജീവിതം. ഹച്ചി ഒരു കമ്പനിയിലെ മാനേജർ കൂടിയാണ്. അങ്ങനെ ഒരു രാത്രി ഹച്ചി കിടന്നുറങ്ങുമ്പോഴാണ് തൻ്റെ മുറിയിൽ എന്തോ ശബ്ദം കേൾക്കുന്നത്. അതെന്താണെന്നറിയാൻ ഹച്ചി ആദ്യം തൻ്റെ മകളുടെ റൂമിൽ പോയി നോക്കും. അവൾ നല്ല ഉറക്കത്തിലായിരുന്നു. അതിനുശേഷം തൻ്റെ മകൻ്റെയും റൂമിൽ പോയി നോക്കും. എന്നാൽ അവൻ ഉറങ്ങിയിട്ടില്ലായിരുന്നു. എന്നാൽ താൻ കേട്ട ശബ്ദം എന്താണ് എന്നറിയാനായി ഹാളിലേക്ക് പോയ ഹച്ചി തൻ്റെ വീടിനുള്ളിൽ 2 കള്ളന്മാർ കയറിയിരിക്കുന്നു എന്ന് മനസ്സിലാക്കി. ആയുധമെടുക്കാനായി പോകുന്നതിനിടയിൽ ഹച്ചിയെ അവർ പിടികൂടി. ഹച്ചിക്ക് നേരെ തോക്ക് ചൂണ്ടിയ ഒരു കള്ളൻ ചോദിച്ചു, വി വാണ്ട് മണി. എന്നാൽ ഞങ്ങളുടെ ട്രാൻസാക്ഷൻ എല്ലാം ക്രെഡിറ്റ് കാർഡ് വഴിയാണ്, പണമൊന്നും വീട്ടിൽ സൂക്ഷിക്കാറില്ല എന്ന് പറഞ്ഞു. എന്നാൽ അവിടെ ഒരു ബൗളിൽ സൂക്ഷിച്ചിരുന്ന കുറച്ച് പണം ഹച്ചി അയാൾക്ക് കാണിച്ചു കൊടുത്തു. അതിനുശേഷം ആ കള്ളൻ ഹച്ചിയുടെ വാച്ച് ഊരി വാങ്ങുന്നതിനിടയിൽ അയാളുടെ ഒരു ടാറ്റു ഹച്ചി നോട്ടീസ് ചെയ്തു. എന്നാൽ കൂട്ടത്തിലെ 2ാമത്തെ കള്ളൻ മറ്റൊരു ഹോളിലേക്ക് പോകുന്ന സമയത്ത് ഹച്ചിയുടെ മകൻ അയാളെ പിടികൂടി. എന്നാൽ ഇതേ സമയം തോക്കുമായി ഹച്ചിയുടെ അടുത്ത് നിന്ന കള്ളൻ അങ്ങോട്ടേക്ക് ഓടി ഹച്ചിയുടെ മോനെ ഷൂട്ട് ചെയ്യാൻ ഒരുങ്ങി. എന്നാൽ പുറകിൽ നിന്ന് അവരെ ഈസിയായി അടിച്ചു വീഴ്ത്താമായിരുന്ന ഹച്ചി ഒരു സ്റ്റിക്കും കൊണ്ടുവന്ന് അവരുടെ അടുത്ത് വന്ന് പെട്ടെന്ന് സ്റ്റക്കായി നിന്നു. കള്ളന്മാർ ഹച്ചിയുടെ മോനെ ഇടിച്ചു വീഴ്ത്തിയ ശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ടു. ഇപ്പോൾ ഹച്ചിയുടെ മോൻ, ഡാഡി എന്തൊരു മണ്ടനാണ്, ഡാഡി വിചാരിച്ചിരുന്നെങ്കിൽ നമുക്കിപ്പോൾ അവരെ പിടിക്കാമായിരുന്നു എന്ന് പറഞ്ഞു. അതിനുശേഷം ആ രാത്രി തന്നെ അവർ പോലീസിനെ വിളിക്കും. എന്നാൽ പോലീസ് വന്ന് അവരുടെ എല്ലാം മൊഴിയെടുക്കും. എന്നിട്ട് അതിലൊരു പോലീസുകാരൻ ഹച്ചിയെ കളിയാക്കും, ഈ ചെറിയ പയ്യനുള്ള ധൈര്യം പോലും തനിക്കില്ലല്ലോടോ എന്ന്. ഹച്ചി അതൊന്നും കാര്യമാക്കാതെ മിണ്ടാതെ നിൽക്കും. തൻ്റെ വീട്ടിൽ താനുള്ളപ്പോൾ കള്ളം കയറിയതോർത്തും ആ പോലീസുകാരൻ തന്നോട് പറഞ്ഞതോർത്തിട്ടും ഹച്ചിക്ക് ഉറക്കം വന്നില്ല. ഹച്ചി അവിടെ നിന്ന് എണീച്ച് താഴെ സോഫയിൽ വന്ന് കിടന്നു. അപ്പോഴേക്കും ഹച്ചിയുടെ ഇളയ മകൾ അങ്ങോട്ടേക്ക് വന്നു. എന്താ മോൾക്ക് പേടിയാണോ എന്ന് ചോദിച്ചപ്പോൾ, പപ്പയുള്ളപ്പോൾ ഞാൻ എന്തിനെ പേടിക്കാനാ, പപ്പ നമുക്കൊരു ക്യാറ്റിനെ പേടിക്കണം കേട്ടോ എന്ന് പറഞ്ഞ് ഹച്ചിയുടെ മകൾ ഹച്ചിയുടെ നെഞ്ചത്ത് കയറി കിടന്നുറങ്ങി. അടുത്ത ദിവസം മോർണിംഗ് തൻ്റെ എക്സസൈസൊക്കെ കഴിഞ്ഞ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുകയാണ് ഹച്ചി. എന്നാൽ ഹച്ചിയുടെ മകൻ ഇന്നലത്തെ ഇൻസിഡൻറ്റ് പറഞ്ഞ് ഹച്ചിയെ കളിയാക്കും. എന്നാൽ ഇത് കേട്ടുവന്ന ഹച്ചിയുടെ വൈഫ്, ഇന്നലെ എൻ്റെ ബ്രദർ ചാർലി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ കള്ളന്മാർ ജീവനോടെ ഇവിടെ നിന്ന് പോകില്ലായിരുന്നു. മകനും ഭാര്യയും തന്നെ മാറി മാറി ഊക്കുന്നത് കേട്ട് ഹച്ചിക്ക് ദേഷ്യം വരും. എന്നിട്ട് തൻ്റെ 2 കുട്ടികളെയും സ്കൂളിലാക്കാൻ വേണ്ടി പുറത്തേക്ക് വരുമ്പോൾ തൻ്റെ നെയ്ബറായ അലക്സ് ഹച്ചിയോട്, ഇന്നലെ തൻ്റെ വീട്ടിൽ കള്ളന്മാർ കയറിയെന്നൊക്കെ കേട്ടു ഹച്ചി, ഞാൻ ഇവിടെ ഉണ്ടായിട്ടും തൻ്റെ ഹൈസ്കൂളിൽ പഠിക്കുന്ന മകനാണ് അവന്മാരെ ഇവിടെ നിന്ന് ഓടിച്ചതെന്ന് കേട്ടു. അയൽക്കാരനായ അലക്സും ഇത് പറഞ്ഞ് ഹച്ചിയെ കളിയാക്കിയ ശേഷം തൻ്റെ ബ്രാൻഡ് ന്യൂ കാറും എടുത്ത് അലക്സ് അവിടെ നിന്ന് പോയി. അതിനുശേഷം അലക്സ് എന്നത്തെയും പോലെ തൻ്റെ കമ്പനിയിലേക്ക് പോയി. തൻ്റെ ഓഫീസിലെത്തിയപ്പോൾ ഓഫീസിലെ സ്റ്റാഫായ ടെഡി അങ്ങോട്ടേക്ക് വന്ന്, ഇന്നലെ തൻ്റെ വീട്ടിൽ കള്ളന്മാർ കയറിയെന്നൊക്കെ പറഞ്ഞല്ലോ, അല്ലേലും നിന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ കഴിയാനാ അല്ലേ എന്ന് പറഞ്ഞ് ടെഡി മാർഷലിനെ കളിയാക്കി. അതിനുശേഷം ഒരു തോക്കെടുത്ത് ഹച്ചിക്ക് കൊടുത്തിട്ട്, നീ ഇത് വെച്ചോ, ഇത് നിനക്ക് ആവശ്യം വരുമെന്ന് പറഞ്ഞു. ഹച്ചി ഇത് വേണ്ട എന്ന് പറഞ്ഞെങ്കിലും ടെഡി നിർബന്ധിച്ച് ഹച്ചിയുടെ കയ്യിൽ വെച്ച് കൊടുത്തു. എന്നാൽ ഹച്ചി ആ തോക്ക് കൊണ്ടുപോയി ഫ്രിഡ്ജിൽ വെച്ചു. അപ്പോഴേക്കും ഹച്ചിയുടെ കമ്പനിയിലെ ഓണർ അങ്ങോട്ടേക്ക് വന്നു. താൻ ഈ കമ്പനി കൊടുക്കാൻ പോവുകയാണ്. ഹച്ചി ഇവിടെ കുറെ വർഷമായി വർക്ക് ചെയ്യുകയല്ലേ, തനിക്ക് ഈ കമ്പനി വാങ്ങാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിക്കും. താൻ അതിനെപ്പറ്റിയൊന്നും ചിന്തിച്ചിട്ടില്ല എന്ന് ഹച്ചി പറയും. ചിലപ്പോൾ ടെഡിക്ക് ഇതിൽ താല്പര്യമുണ്ടാകും എന്ന് പറഞ്ഞ് ഹച്ചിയുടെ ഓഫീസിലേക്ക് തിരിച്ചു വരും. തൻ്റെ ഓഫീസിലെത്തിയ ഹച്ചി വർക്കെല്ലാം കഴിഞ്ഞിട്ട് അവിടെ ആരുമില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം തൻ്റെ ഓഫീസിൽ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു റേഡിയോ വഴി ആരോടോ സംസാരിക്കുകയാണ്. തൻ്റെ വീട്ടിൽ ഇന്നലെ കയറിയത് ഒരു പെൺകുട്ടിയും ഒരു പയ്യനുമാണ്. എന്നാൽ ഞാൻ അവരെ ഉപദ്രവിക്കാതെ വിട്ടത് ആ പെൺകുട്ടിയുടെ തോക്കിൽ ബുള്ളറ്റ് ഇല്ലായിരുന്നു. ഇപ്പോൾ ആ റേഡിയോയിലൂടെ അതെന്തായാലും നന്നായി. അതിനുശേഷം അയാളോട് ബൈ പറഞ്ഞ് ഹച്ചി ആ വയർലെസ് ഓഫ് ചെയ്യും. ഓഫീസ് കഴിഞ്ഞ് ഹച്ചി നേരെ പോകുന്നത് തൻ്റെ പപ്പയുടെ അടുത്താണ്. ഡേവിഡ് മാർഷൽ എന്നാണ് ഹച്ചിയുടെ പപ്പയുടെ പേര്. ഒരു ഓൾഡ് ഏജ് ഹോമിൽ താമസിക്കുകയാണ് ഹച്ചിയുടെ പപ്പ. എന്താ ഹച്ചി, പഴയതുപോലെ ലൈഫിൽ ആക്ഷനും വെടിവെപ്പൊന്നും ഇല്ലാത്തത് കൊണ്ട് നിനക്ക് ബോറടിച്ചോ? തൻ്റെ വീട്ടിൽ ഇന്നലെ ഉണ്ടായ കാര്യങ്ങൾ തൻ്റെ പപ്പയോട് പറഞ്ഞ ശേഷം ഹച്ചി തിരിച്ച് വീട്ടിലേക്ക് വരും. വീട്ടിലെത്തുമ്പോൾ തൻ്റെ ഭാര്യയും മക്കളും വളരെയധികം സന്തോഷത്തോടു കൂടി ഇരിക്കുന്നത് പുറത്തുനിന്ന് ഹച്ചി കാണും. ഹച്ചിക്കും അത് കണ്ട് വളരെയധികം സന്തോഷം തോന്നും. എന്നാൽ ഹച്ചിയുടെ മകന് ഇപ്പോഴും ഹച്ചിയോട് ചെറിയ ദേഷ്യമുണ്ട്. അപ്പോഴേക്കും ഹച്ചിയുടെ മകൾ അങ്ങോട്ടേക്ക് വന്ന്, പപ്പ, ഇന്നലെ വന്ന കള്ളന്മാർ എൻ്റെ പൂച്ചയുടെ ബ്രേസ്ലെറ്റും എടുത്തുകൊണ്ട് പോയി. ഇത് കേട്ട ഹച്ചി പെട്ടെന്ന് ഒന്നും പറയാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. ഇത് കണ്ട് ഹച്ചിയുടെ ഭാര്യ അമ്പരന്ന് നിൽക്കും. അവിടെ നിന്ന് നേരെ ഹച്ചി എത്തിയത് തൻ്റെ ഫാദറിൻ്റെ അടുത്താണ്.
ഹച്ചിയുടെ ഫാദർ ഡേവിഡ് മാർഷൽ പഴയ ഒരു FBI ഓഫീസറാണ്. തൻ്റെ അച്ഛൻ്റെ പഴയ FBI ID കാർഡും പണവും തോക്കും ഹച്ചി അവിടെ നിന്ന് എടുക്കും. ഇത് കണ്ട ഹച്ചിയുടെ ഫാദർ ഹച്ചിക്ക് ഒരു ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറയുന്നുണ്ട്. എന്നാൽ അവിടെ നിന്നും ഇറങ്ങിയ ഹച്ചി നഗരത്തിലെ പല ടാറ്റു സെന്ററിലും പോകുന്നുണ്ട്. താൻ ആ പെണ്ണിന്റെ കയ്യിൽ കണ്ട ടാറ്റു എവിടെ നിന്ന് അടിച്ചതാണ് എന്നറിയാം. ഒടുവിൽ ആ പെർട്ടിക്കുലർ ടാറ്റു അടിച്ച ടാറ്റു സെന്റർ ഹച്ചി കണ്ടെത്തി. അവിടെ ഉള്ളതെല്ലാം ഗ്യാങ്സ്റ്റേഴ്സ് ആണെന്ന് മനസ്സിലാക്കിയ ഹച്ചി താൻ FBIയിൽ നിന്ന് വന്നിരിക്കുകയാണ്, ഈ പെൺകുട്ടിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് വേണമെന്ന് പറഞ്ഞു. എന്നാൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗുണ്ട ഇതതിന് തൻ്റെ ID കാർഡ് അല്ലല്ലോ എന്ന് ചോദിച്ച് പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ ഇതിനിടയിൽ ഹച്ചിയുടെ കയ്യിലെ ടാറ്റു കൊണ്ട് പേടിച്ച അവൻ പെട്ടെന്ന് അവിടെ നിന്ന് പോയി. എന്നാൽ തങ്ങളുടെ കൂട്ടത്തിലെ മെയിൻ ഗുണ്ട തന്നെ ഹച്ചിയെ കണ്ട് പേടിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോൾ എന്തോ ഒരു പന്തികേട് അവർക്ക് തോന്നി. അങ്ങനെ ആ ടാറ്റു അടിച്ച പെൺകുട്ടിയെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും അവർ കൊടുത്തു. ഹച്ചി അങ്ങനെ അവരെ അന്വേഷിച്ച് അവരുടെ വീട്ടിലെത്തി. ഹച്ചിയുടെ വീട്ടിൽ കയറി പണം മോഷ്ടിച്ച കാര്യമൊക്കെ പറഞ്ഞ് രണ്ടുപേരും എൻജോയ് ചെയ്തിരിക്കുകയാണ്. അവർ രണ്ടുപേരും സ്പാനിഷുകാരാണ്. എന്നാൽ പെട്ടെന്ന് ഹച്ചി അങ്ങോട്ടേക്ക് ചാടിച്ചെന്ന് അതിലൊരുത്തന്റെ തലയിൽ തോക്ക് ചൂണ്ടിയ ശേഷം ആ ബ്രേസ്ലെറ്റ് എവിടെയാടാന്ന് ചോദിക്കും. എന്നാൽ ഇത് കണ്ടുവന്ന അവന്റെ കാമുകിയും രണ്ടുപേരും ഞങ്ങൾ ബ്രേസ്ലെറ്റ് ഒന്നും എടുത്തിട്ടില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് ഹച്ചിയുടെ കാല് പിടിക്കും. അപ്പോഴേക്കും അവരുടെ കുഞ്ഞിന്റെ ശബ്ദം കേൾക്കുന്ന ഹച്ചി അവരുടെ കുഞ്ഞിന്റെ അടുത്ത് നിന്ന് ഷൂട്ട് ചെയ്യാൻ ഒരുങ്ങും. എന്നാൽ അവരുടെ കരച്ചിൽ കണ്ടപ്പോൾ അവരല്ല ആ ബ്രേസ്ലെറ്റ് എടുത്തതെന്ന് മനസ്സിലാക്കിയ ഹച്ചി അവിടെ നിന്ന് ഇറങ്ങിപ്പോകും. എന്നാൽ ആ ബ്രേസ്ലെറ്റ് കിട്ടാതെ തിരിച്ചിറങ്ങിയ ഹച്ചി ദേഷ്യം വന്ന് അവിടെ ഒരു ഭിത്തിയിൽ ഇടിച്ചു. അങ്ങനെ കൈയൊക്കെ പൊട്ടി തിരിച്ച് തൻ്റെ വീട്ടിലേക്ക് വരുന്ന വഴിക്ക് ഒരു ബസ്സിലിരിക്കുമ്പോൾ ആ ബസ്സിനെ ഫോളോ ചെയ്ത് ഒരു കൂട്ടം ഗ്യാങ്സ്റ്റേഴ്സിന്റെ വണ്ടി വന്നു. അതിനുശേഷം അവർ ആ ബസ്സിനെ ഓവർടേക്ക് ചെയ്തു. പേടിച്ചു പോയ ബസ്സിന്റെ ബസ് ഡ്രൈവർ വണ്ടി അവിടെ നിർത്തി. അപ്പോഴേക്കും അവർ ബസ്സിനുള്ളിലേക്ക് കൂട്ടമായി ഇരച്ചു കയറി പ്രശ്നമുണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ ബസ്സിനുള്ളിലുണ്ടായിരുന്ന എല്ലാവരെയും അവന്മാർ ഇറക്കി വിട്ടു. എന്നാൽ അവസാനം ഉണ്ടായിരുന്ന ഹച്ചിയോട് നിനക്കെന്താടാ ഇറങ്ങാൻ എത്ര ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞ് ഹച്ചിയെയും അവിടെ നിന്ന് എണീച്ച് പോകാൻ പറഞ്ഞു. അതിനുശേഷം ആ ബസ്സിലുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ ആ ഗ്യാങ്സ്റ്റേഴ്സ് വളഞ്ഞു. എന്നാൽ ആ പെൺകുട്ടിയെ രക്ഷിക്കാനായി വന്ന ലേഡി ഡ്രൈവറുടെ കയ്യിൽ നിന്നും വണ്ടിയുടെ ചാവി വാങ്ങിയ ശേഷം ആ ലേഡി ഡ്രൈവറെ വണ്ടിക്ക് പുറത്താക്കിയ ശേഷം ഹച്ചി ആ വണ്ടിയുടെ ഡോറ് ക്ലോസ് ചെയ്തു. എന്നിട്ട് ഹച്ചി തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ തോക്ക് ഗ്യാങ്സ്റ്റേഴ്സിന് നേരെ ചൂണ്ടി. അതിനുശേഷം ഈ തോക്ക് വേണ്ട, എനിക്ക് എൻ്റെ കൈ മാത്രം മതി എന്ന് പറഞ്ഞ് ഹച്ചി അതിലെ ബുള്ളറ്റ് ഓരോന്നായി തറയിലേക്ക് ഇട്ടു. പെട്ടെന്ന് ആ ഗ്യാങ്സ്റ്റേഴ്സിലെ ഒരുത്തൻ ഓടി വന്ന് ഹച്ചിയുടെ മോന്തക്കിട്ട് ഒരു കുത്തു. ഇടികൊണ്ട് തറയിലേക്ക് തെറിച്ചു വീണ ഹച്ചി ചാടി എണീറ്റ് ആ കൂട്ടത്തിലെ ഓരോരുത്തരായി ഇടിക്കാൻ തുടങ്ങി. ഹച്ചിയുടെ ഇടി കൊണ്ട് ആ കൂട്ടത്തിലെ ഓരോരുത്തരും തളർന്നു വീണു. ഹച്ചിയുടെ കയ്യിൽ നിന്ന് ഒരുപാട് ഇടി കൊണ്ടെങ്കിലും അവന്മാർ വീണ്ടും ഹച്ചിയെ ആക്രമിക്കാനായി കൂട്ടത്തോടെ വന്നു. എന്നാൽ അതിലൊരുത്തൻ ഒരു ചെറിയ കത്തി കൊണ്ട് ഹച്ചിയുടെ വയറ്റിൽ കുത്തി. കത്തി വലിച്ചൂരിയ ഹച്ചിക്ക് ദേഷ്യം വന്ന് അവനെ ചന്ന പിന്നെ കുത്താൻ തുടങ്ങി. എന്നിട്ട് ബസ്സിന്റെ ഡോറ് പൊളിച്ച് ഹച്ചിയും അവനും കൂടി റോഡിലേക്ക് വീണു. ഇതിനിടയിൽ ബസ്സിൽ ബാക്കി ഉണ്ടായിരുന്നവന്മാർ എടാ എൻ്റെ പല്ല് പോയി, മൂക്ക് പൊട്ടി എന്നൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങി. റോഡിൽ നിന്നും വീണ്ടും ബസ്സിലേക്ക് കയറിയ ഹച്ചി ഓരോരുത്തനായി പിടിച്ചിടിക്കാൻ തുടങ്ങി. ഇതിനിടയിൽ ആ ഗ്യാങ്സ്റ്റർ കൂട്ടത്തിലെ മെയിൻ ഒരുത്തൻ ഹച്ചിയുടെ തോക്കെടുത്ത് അതിൽ ബുള്ളറ്റ് സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്നാൽ തന്നെ അവൻ വെടിവെക്കാൻ ഒരുങ്ങുന്നത് കണ്ട ഹച്ചി ബസ്സിന്റെ കമ്പി ഊരി അവന്റെ കഴുത്തടിച്ചു പൊളിച്ചു. കഴുത്തൊടിഞ്ഞത് കൊണ്ട് തന്നെ ശ്വാസമെടുക്കാൻ കഴിയാതെ കഷ്ടപ്പെട്ട അവൻ്റെ കഴുത്തിലെ ഞരമ്പ് ചെറുതായി കട്ട് ചെയ്ത് അവിടെ ഒരു സ്ട്രോ ഹച്ചി വെച്ച് കൊടുത്തു. എന്നിട്ട് ബസ്സിൻ്റെ ഡ്രൈവർക്ക് ബസ്സിൻ്റെ ചാവി തിരികെ കൊടുത്ത് ഹാപ്പി ജേണി പറഞ്ഞ് ഹച്ചി അവിടെ നിന്ന് പോയി. എന്നാൽ തിരികെ വീട്ടിലെത്തിയപ്പോൾ ഹച്ചിയെ കാത്ത് ഹച്ചിയുടെ വൈഫ് ടേബിളിൻ്റെ അടുത്ത് ഇരിപ്പുണ്ടായിരുന്നു. തങ്ങളോട് പറയാതെ നിങ്ങൾ പെട്ടെന്ന് എങ്ങോട്ടേക്കാണ് ഇറങ്ങിപ്പോയെന്ന് ഹച്ചിയുടെ വൈഫ് ചോദിച്ചു. അപ്പോഴാണ് ഹച്ചിയുടെ ശരീരമാകെ മുറിഞ്ഞിരിക്കുന്നത് അവർ കണ്ടത്. ഹച്ചിയെ ആരോ ഉപദ്രവിച്ചു എന്ന് കരുതിയ അവർ ഹച്ചിയുടെ ദേഹത്തെല്ലാം മരുന്ന് വെച്ച് ഡ്രസ്സ് ചെയ്തു. ഇതേ സമയം റഷ്യൻ ഗ്യാങ്സ്റ്ററായ ഹൂലിയൻ നൈറ്റ് ക്ലബിലേക്ക് വരികയാണ്. ആ നൈറ്റ് ക്ലബിന്റെ മറവിൽ ഹൂലിയന്റെ ഒരുപാട് ഇല്ലീഗൽ ആക്ടിവിറ്റീസ് നടക്കുന്നുണ്ട്. ഒപ്ഷാക്ക് എന്നൊരു ഇല്ലീഗൽ ബാങ്ക് ഉണ്ട്. അമേരിക്കയിലെ ഇല്ലീഗൽ ഡോളേഴ്സ് സൂക്ഷിക്കുന്ന സ്ഥലമാണത്. അതിന്റെ പ്രൊട്ടക്ഷനുമായുള്ള ഡീലിംഗ്സ് ആണ് ആ ക്ലബിൽ നടക്കുന്നത്. നീ അത് പ്രൊട്ടക്ട് ചെയ്യാൻ കേപ്പബിൾ ആണ് എന്ന് ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കുമെന്ന് ഒപ്ഷാക്ക് ബാങ്കിന്റെ പാർട്ട്നേഴ്സ് ചോദിച്ചപ്പോൾ ഒപ്ഷാക്കിൽ 3% ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ഒരുത്തനെ പിടിച്ച് ബ്രൂട്ടലായി അവൻ കൊല്ലും. ഇപ്പോൾ നിങ്ങൾക്ക് എന്നെ വിശ്വാസമായോ എന്നിട്ട് ഹൂലിയൻ അവരോട് ചോദിക്കും. അങ്ങനെ അവരുമായി ഡീൽ ഉറപ്പിക്കുമ്പോൾ ഹൂലിയന് ഒരു കോൾ വരും. അങ്ങനെ ഹൂലിയൻ അവിടെ നിന്ന് നേരെ ഹോസ്പിറ്റലിലേക്ക് വരും. ഹച്ച് മാർഷൽ പഞ്ഞിക്കിട്ട ഗ്യാങ്സ്റ്റർ കൂട്ടത്തിലെ ഗ്യാങ്സ്റ്റർ നേതാവ് ഹൂലിയന്റെ ബ്രദർ ആയിരുന്നു. അവൻ ഇപ്പോൾ കോമ സ്റ്റേജിലാണ്. ദേഷ്യം വന്ന ഹൂലിയൻ അവന്റെ കൂട്ടുകാരനോട് പോയി ചോദിച്ചു ആരാണ് ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന്. എന്നാൽ അവനെപ്പറ്റി തനിക്ക് കൂടുതലൊന്നും അറിയില്ല എന്നും അവൻ വളരെ ഡേഞ്ചറസ് ആണ് എന്നും അവൻ പറഞ്ഞു. നീയൊക്കെ എന്തിനാണ് എന്റെ ബ്രദറിന്റെ കൂടെ നടക്കുന്നതെന്ന് പറഞ്ഞ് ഹൂലിയൻ അവനെ തല്ലിക്കൊന്നു. എന്നാൽ തൊട്ടപ്പുറത്തെ ബെഡിൽ കിടക്കുന്ന അവൻ പറയും നീ അവനെ തല്ലിക്കൊന്നിട്ടൊന്നും കാര്യമില്ല, അവന് യാതൊരു ഡീറ്റെയിൽസും അറിയില്ല. എന്നാൽ ഇന്നലത്തെ ഫൈറ്റിന്റെ ഇടയിൽ അവന്റെ അഡ്രസ്സ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഡേവിഡ് മാർഷൽ എന്നാണ് അവന്റെ പേര്. അവൻ പഴയ FBI ഓഫീസർ ആയിരുന്നു. പക്ഷേ അത് ഹച്ചിയുടെ ഫാദറിന്റെ ID കാർഡ് ആയിരുന്നു. അതിനുശേഷം ആ ID കാർഡ് ഹൂലിയന് കൊടുക്കും.
ഇതേ സമയം ഹച്ചി വീട്ടിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്നൊരു സ്പെഷ്യൽ ഡിഷാണ് ഹച്ചി എല്ലാവർക്കും വേണ്ടി ഉണ്ടാക്കുന്നത്. എന്നിട്ട് ഈ വെക്കേഷന് നമുക്ക് എല്ലാവർക്കും കൂടി ഇറ്റലിയിൽ പോയാലോ എന്ന് ഹച്ചി ചോദിക്കും. ഇതിന് ഒരുപാട് പണം ആവില്ലേ എന്ന് ഹച്ചിയുടെ വൈഫ് ചോദിക്കും. അതൊന്നും പേടിക്കേണ്ട, അതെല്ലാം ഞാൻ മാനേജ് ചെയ്യാം എന്ന് ഹച്ചി പറയും. എന്നാൽ അപ്പോഴേക്കും ഹച്ചിയുടെ വീട്ടിലേക്ക് ഒരു അനോണിമസ് കോൾ വരും. ഹച്ചി, നീ ഇന്നലെ ഉപദ്രവിച്ചത് ഹൂലിയൻ പ്രദേശത്തിലെ ഒരുത്തനെയാണ്. ഹൂലിയൻ വളരെ ഡേഞ്ചറസ് ആണ്, നീ വളരെയധികം സൂക്ഷിക്കണമെന്ന് പറയും. വൈകിട്ട് നീ ബാർബർ ഷോപ്പിലേക്ക് വരണമെന്ന് പറഞ്ഞ് ആ കോൾ കട്ടാകും. അതിനുശേഷം ഹച്ചി നേരെ ബാർബർ ഷോപ്പിലേക്ക് പോകുന്നു. ബാർബർ ഷോപ്പിലെത്തുമ്പോൾ ഹച്ചിയെ തിരക്കി അവിടെ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. ഹൂലിയനെ പറ്റിയും ഹൂലിയൻ്റെ മാഫിയയെ പറ്റിയുമുള്ള എല്ലാ ഡീറ്റെയിൽസും ആ റെക്കോർഡ്സിലുണ്ടായിരുന്നു. ഇതേ സമയം ഹൂലിയൻ ഒരു ഹാക്കറിനോട് പറഞ്ഞ് ഹച്ചിയെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യാൻ. ആ ഹാക്കർ ഗേൾ ഉടനെ തന്നെ യുണൈറ്റഡ് അഡ്മിനിസ്ട്രേഷൻ റെക്കോർഡ്സ് ബ്യൂറോയിലെ ഒരു ഓഫീസർക്ക് അയാളുടെ നഗ്ന ചിത്രങ്ങൾ അയച്ച് ബ്ലാക്ക്മെയിൽ ചെയ്തു. എന്നിട്ട് ഹച്ച് മാർഷൽ എന്നൊരാളുടെ ഡീറ്റെയിൽസ് ഉടനെ കിട്ടണമെന്ന് അയാളോട് പറഞ്ഞു. പേടിച്ചു പോയ അയാൾ ഉടനെ തന്നെ ഹച്ച് മാർഷലിൻ്റെ ഡീറ്റെയിൽസ് എടുക്കാൻ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ നോബഡി എന്നാണ് കണ്ടത്. എന്നാൽ ഇതേ സമയം ഹച്ചിയുടെ കൂട്ടുകാർ ഹൂലിയനുമായുള്ള പ്രശ്നത്തിൽ ഞങ്ങൾ ഇടപെടില്ല എന്ന് പറയും. എന്നാൽ അപ്പുറത്ത് ഇതേ സമയം ആ ഓഫീസർ തൻ്റെ ഡേറ്റ റൂമിൽ പോയി ഹച്ചിയെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്യും. അതിനുശേഷം ആ ഹാക്കർ ഗേളിനെ അയച്ചു കൊടുക്കും. ഹച്ചിയുടെ ട്രാക്ക് റെക്കോർഡ് കണ്ട് പേടിച്ച അവൾ ഹൂലിയന് ഹച്ചിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം കൊണ്ട് കൊടുത്തിട്ട് തനിക്ക് ഈ ജോലിക്ക് ക്യാഷ് പോലും വേണ്ട എന്ന് പറഞ്ഞ് പേടിച്ച് അവിടെ നിന്ന് ഓടിപ്പോകും. ഹൂലിയൻ തൻ്റെ മാഫിയ ഗ്യാങ്ങിനെ വിളിച്ച് ഹച്ചിയെ ജീവനോടെ തൻ്റെ മുന്നിൽ എത്തിക്കാൻ പറയും. എന്നാൽ ഇതേ സമയം ഈവനിങ് വീട്ടിലെത്തിയ ഹച്ചി തൻ്റെ വൈഫിനും മക്കൾക്കും വളരെ സ്പെഷ്യലായ ഒരു ഡിഷ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. അവർ അത് ആസ്വദിച്ച് കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പുറത്ത് കുറേ കാറുകൾ വന്ന് നിൽക്കുന്നത് ഹച്ചി കാണുന്നത്. ഉടനെ തന്നെ തൻ്റെ വൈഫിനെയും മക്കളെയും വിളിച്ച് ആ അണ്ടർഗ്രൗണ്ട് റൂമിലേക്ക് കൊണ്ടാക്കും. അവർക്ക് തങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു അണ്ടർഗ്രൗണ്ട് റൂം ഉള്ള കാര്യം പോലും അറിയില്ലായിരുന്നു. പുറത്തെന്ത് നടന്നാലും പോലീസിനെ വിളിക്കരുത് എന്ന് പറഞ്ഞ് ഹച്ചി അവരെ അവിടെയാക്കി ഡോർ അടയ്ക്കും. എന്നിട്ട് വീടിൻ്റെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യും. അപ്പോഴേക്കും മാഫിയ തൻ്റെ വീടിനുള്ളിൽ കയറിയിട്ടുണ്ടാവും. ഇരുട്ടത്ത് തൻ്റെ വീടിനുള്ളിൽ കയറിയ മാഫിയ ടീംസിലെ ഒരുത്തനെ അവിടെ ഇരുന്ന ഒരു കമ്പെടുത്ത് നെഞ്ചിൽ കുത്തി കൊല്ലും. ശബ്ദം കേട്ട് അവിടേക്ക് വരുന്ന മറ്റൊരുത്തൻ്റെ കയ്യിൽ കിട്ടിയ ഒരു കത്തി കുത്തിയിറക്കും. അപ്പോഴേക്കും ആ അണ്ടർഗ്രൗണ്ട് റൂമിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന ഒരുത്തനെ കണ്ട ഹച്ചി അവൻ്റെ പിന്നാലെ പോയി നല്ല ഇടിയിടിക്കും. എന്നാൽ അപ്പോൾ അവിടെ വേറൊരുത്തനും കൂടി വന്ന് ഹച്ചിയെ ട്രാപ്പ് ചെയ്യും. എന്നിട്ട് അവൻ ഹച്ചിയെ ഷോക്ക് അടിപ്പിച്ച് ബോധം കെടുത്തും. എന്നിട്ട് ഹച്ചിയും എടുത്ത് തങ്ങളുടെ കാറിൻ്റെ ഡിക്കിയിൽ കൊണ്ടിടും. ഹച്ചിയും കൊണ്ട് ഹൂലിയൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ കാർ ഓടിച്ചിരുന്നവൻ പറയും, തെണ്ടി എൻ്റെ മൂക്കിടിച്ച് പൊട്ടിച്ചു, പോകുന്ന വഴിക്ക് ഏതെങ്കിലും ക്ലിനിക്കിൽ കയറി ഡ്രസ്സ് ചെയ്യണം. എന്നാൽ ഇതേ സമയം വണ്ടിയുടെ ബോട്ടിൽ കിടന്ന ഹച്ചിക്ക് ബോധം വന്നു. തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ പിന്നു കൊണ്ട് ഹച്ചി ആ ഹാൻഡ് കഫ് അഴിച്ചു. എന്നിട്ട് വണ്ടിയുടെ ബൂട്ട് തുറന്നപ്പോൾ തന്നെ ആരൊക്കെയോ എങ്ങോട്ടോ കൊണ്ടുപോകുകയാണെന്ന് മനസ്സിലാക്കിയ ഹച്ചി തൻ്റെ കയ്യിൽ കിട്ടിയ ഫയർ എക്സ്റ്റിങ്ക്യൂഷർ ഉപയോഗിച്ച് വണ്ടിയുടെ ബാക്ക് പൊളിച്ച് അകത്ത് കയറി. അപ്പോഴേക്കും വണ്ടിയുടെ കൺട്രോൾ പോയി വണ്ടി ഒരു പോസ്റ്റിലിടിച്ച് മറിഞ്ഞു. എന്നാൽ ആ ഇടിയിൽ ഹച്ചിയുടെ ബോധം പോയി കുറച്ചു നേരം വണ്ടിക്കുള്ളിൽ കിടന്നു. അതിനുശേഷം വണ്ടിയിൽ നിന്ന് ഒരു വിധത്തിൽ പുറത്തിറങ്ങി വണ്ടിയിലിരുന്ന് തൻ്റെ വീടിൻ്റെ ചാവിയും എടുത്തു. എന്നാൽ വണ്ടിയിലുണ്ടായിരുന്ന എല്ലാവരും ആ ഇടിയിൽ മരിച്ചിരുന്നു. ഹൂലിയൻ്റെ വലങ്കൈയായ ഡ്രാക്സ് മരിക്കുന്നത് നോക്കി കുറച്ചു നേരം ഹച്ചി അവിടെ നിന്നു. അതിനുശേഷം ഹച്ചി ഒരു നിമിഷം പോലും കളയാതെ അവിടെ നിന്ന് തൻ്റെ വീട്ടിലേക്ക് ഓടി. എന്നാൽ ഇതേ സമയം ഹച്ചിയുടെ അച്ഛനെ കൊല്ലാൻ വേണ്ടി 2 പേരെ ഹൂലിയൻ അയച്ചിരുന്നു. അവന്മാരെ 2നെയും തട്ടിയ ശേഷം കിളവൻ മ്യൂസിക്കൊക്കെ കേട്ട് വൈബിലിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് നേരെ തൻ്റെ വീട്ടിൽ ഓടിയെത്തിയ ഹച്ചി കണ്ടത് കിച്ചണിലൊരുത്തൻ, സോഫയിലൊരുത്തൻ, ടേബിളിലൊരുത്തൻ, അങ്ങനെ കുറേ എണ്ണം മരിച്ചു കിടക്കുന്നതാണ്. ഇതൊക്കെ ഇനി ഞാൻ തന്നെ വൃത്തിയാക്കണമെന്ന് ആലോചിച്ച് കൂളായി പോയി ഒരു കുളിയൊക്കെ പാസ്സാക്കിയ ശേഷം തൻ്റെ വൈഫിനെയും മക്കളെയും ആ അണ്ടർഗ്രൗണ്ട് റൂമിൽ പോയി അവരെ തുറന്ന് പുറത്തിറക്കി. എന്നാൽ തൻ്റെ മകൾ ഇതൊന്നും കാണാതിരിക്കാൻ വേണ്ടി ഹച്ചി അവളുടെ കണ്ണ് പൊത്തിയ ശേഷം ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ഹൈഡ് ആൻഡ് സീക്ക് കളിക്കുകയാണ് എന്ന് പറഞ്ഞു. എന്നാൽ ഹച്ചിയുടെ മകനും വൈഫും ഇതെല്ലാം കണ്ട് നന്നായി പേടിച്ചിരുന്നു. പേടിച്ചു നിന്ന തൻ്റെ ഭാര്യയോട്, നീ ഇതൊന്നും കണ്ട് പേടിക്കണ്ട, എല്ലാം ഞാൻ നിന്നോട് പറയാം, പക്ഷേ അതിന് പറ്റിയ സമയമല്ല ഇത്, നീ മക്കളെയും കൂട്ടി ഇറ്റലിയിലേക്ക് പൊക്കോളാൻ ഹച്ചി തൻ്റെ വൈഫിനോട് പറയും. ഇതൊന്നും മനസ്സിലാവാത്ത ഹച്ചിയുടെ വൈഫ്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി. അവർ പോയ ശേഷം തൻ്റെ വീടിനുള്ളിലേക്ക് വന്ന ഹച്ചി ആരും കാണാതെ താൻ ഇത്രയും നാളും സൂക്ഷിച്ചിരുന്ന കുറേ ഡോളേഴ്സും സ്വർണവും പുറത്തെടുത്തു. എന്നിട്ട് ആ ഡെഡ് ബോഡീസിനെ എല്ലാം കൂട്ടിയിട്ടിട്ട് തൻ്റെ ഫ്ലാഷ് ബാക്ക് അവരോട് പറയാൻ തുടങ്ങി. ഇറ്റലിയിലെ റിവാൾട്ടോയിലെ US ബേസിൽ നിന്നും $3 മില്യൺ ഒരുത്തൻ മോഷ്ടിച്ചു.
എന്നെയാണ് എൻ്റെ ഏജൻസി അവരെ കണ്ടുപിടിക്കാൻ ഏൽപ്പിച്ചിരുന്നത്. അങ്ങനെ ആരോൺ എന്ന് പേരുള്ള ഒരുത്തനാണ് ആ പണം തട്ടിയതെന്നറിഞ്ഞ് ഞാൻ അവനെ പിടിക്കും. അവനെ കൊല്ലാനായി എൻ്റെ ഗൺ പോയിന്റിൽ നിർത്തിയിരിക്കുമ്പോൾ അവൻ കരഞ്ഞ് അവനെ കൊല്ലല്ലേ, അവൻ നന്നായിക്കൊള്ളാമെന്ന് പറഞ്ഞു. അവൻ പറയുന്നതിൽ ജെനുവിനിറ്റി ഉണ്ട് എന്ന് തോന്നിയത് കൊണ്ട് ഞാൻ അവനെ ജീവിക്കാൻ വിട്ടു. 1 വർഷം കഴിഞ്ഞ് ഞാൻ അവനെ കാണുമ്പോൾ അവൻ അവൻ്റെ ഭാര്യയെയും കുട്ടികളോടൊപ്പം സുഖമായി കഴിയുന്നു. അന്ന് തീരുമാനിച്ചു എനിക്കും ഇതുപോലൊരു കുടുംബം വേണം. അങ്ങനെ ഞാൻ എൻ്റെ ഏജൻസിയിൽ നിന്ന് റിസൈൻ ചെയ്തു. ആ കുടുംബമാണ് നീയൊക്കെ ചേർന്ന് തകർക്കാൻ നോക്കുന്നത്. ഫ്ലാഷ് ബാക്ക് എല്ലാം പറഞ്ഞ ശേഷം ആ ഡെഡ് ബോഡീസ് എല്ലാം കൂട്ടിയിട്ട് തൻ്റെ വീടിനും തീ കത്തിച്ച് ഹച്ചി അവിടെ നിന്ന് പോകും. ഇതേ സമയം ഹൂലിയൻ ഹച്ചിയുടെ അച്ഛൻ അലൻ മാർഷലെ കൊല്ലാനായി വീണ്ടും 2 പേരെ അങ്ങോട്ടേക്ക് അയക്കും. ഈ ചാകാറായ കിളവനെയാണോ ഞങ്ങൾ കൊല്ലേണ്ടതെന്ന് പറഞ്ഞ് 2 ജിമ്മന്മാർ ഹച്ചിയുടെ അച്ഛൻ്റെ റൂമിൽ കയറും. എന്നാൽ കയറിയത് മാത്രമേ അവന്മാർക്ക് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. പടയെന്ന് പറഞ്ഞ് 2 വെടിക്ക് 2നെ ഹച്ചിയുടെ അച്ഛൻ തട്ടി. എന്നാൽ ശബ്ദം കേട്ട് അങ്ങോട്ട് വന്ന സെക്യൂരിറ്റി ഗാർഡ് തനിക്ക് ഈ ടിവിയുടെ വോളിയം ഒന്ന് കുറച്ചുകൂടെ കിളവ എന്ന് ചോദിച്ച് അവിടെ നിന്ന് പോയി. എന്നാൽ അവിടെ നിന്ന് ഹച്ചി നേരെ പോയത് തൻ്റെ കമ്പനിയുടെ മുതലാളിയുടെ അടുത്താണ്. എന്നിട്ട് തൻ്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് ഗോൾഡ് മേശപ്പുറത്തേക്ക് ഇട്ടിട്ട് ഞാൻ ഈ കമ്പനി മേടിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. എന്നാൽ കമ്പനി മേടിക്കാൻ താല്പര്യമുണ്ടായിരുന്ന ടെഡി അത് എതിർത്തു. ടെഡിക്ക് നല്ല 2 ഇടിയും കൊടുത്ത് ആർത്തിമൂത്ത കമ്പനി മുതലാളിക്ക് ആവശ്യം പോലെ പണവും കൊടുത്ത് കമ്പനി ഹച്ചി തൻ്റെ പേരിൽ എഴുതി വാങ്ങി. എന്നാൽ ഇതേ സമയം തൻ്റെ വലങ്കയ്യായ ഡ്രാക്സ് മരിച്ചത് ടിവിയിൽ കണ്ട് വിഷമിച്ചിരിക്കുകയാണ് ഹൂലിയൻ. എന്നാൽ കമ്പനിയിലെത്തിയ ഹച്ചി കുറച്ച് ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരു ചെറിയ വേൾഡ് വാറിന് ആവശ്യമായ അത്രയും തോക്കും ബോംബും ഉണ്ടാക്കി. അവിടുന്ന് ഹച്ചി നേരെ പോയത് ഹൂലിയൻ്റെ ഒബ്സ്റ്റാക്ക് ബാങ്കിലേക്കാണ്. ആദ്യം അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റീസിനെ എല്ലാം വെടിവെച്ച് കൊന്ന ശേഷം ഹൂലിയൻ്റെ പേഴ്സണൽ കളക്ഷൻസായ കോടികൾ വിലമതിക്കുന്ന ചിത്രങ്ങളും എല്ലാം കത്തിച്ച ശേഷം ഹൂലിയനെ തേടി ഹച്ചി ഇറങ്ങി. എന്നാൽ ഇതൊന്നും അറിയാതെ ഹൂലിയൻ ഒരു പാർട്ടിയിൽ ആടിത്തിമിർക്കുകയായിരുന്നു. എന്നാൽ അതിൻ്റെ ഓഡിയൻസിൻ്റെ ഇടയിൽ ഹച്ചിയെ കണ്ട ഹൂലിയൻ ഹച്ചിയുടെ അടുത്തേക്ക് വന്നു. നിനക്ക് എന്ത് ധൈര്യമുണ്ടെങ്കിൽ എൻ്റെ പ്ലേസിൽ വരും? ഹൂലിയൻ ഹച്ചിയോട് ചോദിച്ചു. നീ എൻ്റെ വീട്ടിൽ വന്നു, അതുകൊണ്ട് നിന്റെ പ്ലേസിൽ ഞാൻ വന്നു, ഹച്ചി ഹൂലിയനോട് പറഞ്ഞു. ഹച്ചി ഒരു ബോംബും കൊണ്ടാണ് അങ്ങോട്ട് വന്നത്, അതുകൊണ്ട് ആർക്കും ഹച്ചിയെ ഒന്നും ചെയ്യാനുള്ള ധൈര്യമുണ്ടായില്ല. എന്നിട്ട് ഹച്ചി ഹൂലിയനോട് പറഞ്ഞു, പോയതെല്ലാം പോയി, നമുക്കെല്ലാം റീബിൽഡ് ചെയ്യാം. എന്തിനാണ് നമ്മൾ തമ്മിൽ വെറുതെ യുദ്ധം ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്? ഓക്കെ, എല്ലാം നമുക്ക് പറഞ്ഞു തീർക്കാം എന്ന് ഹൂലിയൻ പറഞ്ഞു. പക്ഷേ നീ എന്ത് റീബിൽഡ് ചെയ്യണമെന്നാണ് പറഞ്ഞത്? അതെനിക്ക് മനസ്സിലായില്ല. എനിക്ക് ദേഷ്യം വന്നപ്പോൾ ഞാൻ നിന്റെ ഒബ്സ്റ്റാക്ക് ബാങ്ക് അങ്ങ് കത്തിച്ചു. ഇത് റീബിൽഡ് ചെയ്യുന്ന കാര്യമാണ് പറഞ്ഞത്. ദേഷ്യം വന്ന ഹൂലിയൻ അലറി വിളിച്ചു. ഇത്രയും പറഞ്ഞ് ഹച്ചി ക്ലബിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഹച്ചിയുടെ കയ്യിൽ ആ ബോംബ് ഉള്ളതിനാൽ ആർക്കും അനങ്ങാനുള്ള ധൈര്യം പോലും ഉണ്ടായില്ല. ആ ക്ലബിൽ നിന്നും ഇറങ്ങിയ ഹച്ചി കുറച്ചു നേരം തൻ്റെ കാറിൽ വെയിറ്റ് ചെയ്തിരുന്നു. എന്നാൽ അപ്പോഴേക്കും പുറത്തേക്ക് വന്ന ഹൂലിയൻ ഹച്ചിയുടെ നേരെ വെടിവെക്കാൻ തുടങ്ങി. ഹൂലിയൻ്റെ ഗുണ്ടകളും ഹച്ചിയെ ഫോളോ ചെയ്ത് ഹച്ചിയുടെ കാറ് വെടിവെച്ച് തകർത്തു. ഹച്ചി ഒരുവിധം തൻ്റെ കാറുമായി തൻ്റെ കമ്പനിയിലെത്തി. അങ്ങനെ തന്നെ ഹൂലിയനും ടീമും വരുന്നുണ്ടായിരുന്നു. ഹച്ചിയുടെ ട്രാപ്പായിരുന്നു അത്. എന്നാൽ പിന്നാലെ എത്തിയ ഹൂലിയൻ ഹച്ചിയെ വെടിവെക്കാൻ തുടങ്ങി. ഒരു കാറിന്റെ ബേക്കിൽ ഒളിച്ചിരുന്ന ഹച്ചിയെ ഹൂലിയന്റെ ആൾക്കാർ വളഞ്ഞു. അതിനിടയിൽ ഹൂലിയന്റെ ഒരു വെടി ഹച്ചിയുടെ തോളിൽ കൊണ്ടു. എന്നാൽ അപ്പോഴേക്കും ഹച്ചിയുടെ ഫ്രണ്ട് ഒരു സ്നൈപ്പർ കൊണ്ട് ഹൂലിയനെയും ടീമിനെയും ഡിസ്ട്രാക്ട് ചെയ്തു. അപ്പോഴേക്കും ഹച്ചി ഓടി കമ്പനിക്കുള്ളിൽ കയറി. എന്നാൽ കമ്പനിക്കുള്ളിൽ കയറിയ ഹച്ചി കണ്ടത് ദാ നിൽക്കുന്നു തൻ്റെ തന്തപ്പടി. പാടാമോനെ, എല്ലാത്തിനെയും നമുക്ക് ഇവിടെ നിന്ന് വെടിവെച്ച് ഓട്ടിക്കാം. അച്ഛൻ എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഹച്ചിക്കും ഒരു തോക്ക് കൊടുത്തു. ഇതേസമയം ഹൂലിയനും ടീമും കമ്പനിക്കുള്ളിലേക്ക് കയറി വന്നു. എന്നാൽ കമ്പനിക്കുള്ളിൽ ഹച്ചിയുടെ അച്ഛൻ കിളവൻ ഒരുപാട് ട്രാപ്പ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കമ്പനിക്കുള്ളിൽ കയറിയ പാതി പേരെയും ഒരു ബോംബ് സെറ്റ് ചെയ്ത് കൊന്നു. ബാക്കിയുള്ളവർ ഹച്ചിയുടെ ഫ്രണ്ടിന്റെ നേരെ വന്നപ്പോൾ അവൻ കുറെ പേരെയൊക്കെ അടിച്ചിട്ടു. എന്നാൽ അപ്പോഴേക്കും ഹൂലിയൻ അങ്ങോട്ടേക്ക് വന്നിരുന്നു. എന്നാൽ ഹൂലിയനുമായുള്ള വെടിവെപ്പിൽ ഹച്ചിയുടെ ഫ്രണ്ടിന് വെടികൊണ്ടു. അവർ 3 പേരും ഒരു റൂമിൽ ഒളിച്ചിരിക്കുമ്പോൾ ഹൂലിയൻ അങ്ങോട്ടേക്ക് കയറി വരും. എന്നാൽ ഹച്ചി പറയും, എന്തായാലും മരിക്കാൻ പോവുകയല്ലേ, ആ ബോംബ് എൻ്റെ കയ്യിലുണ്ട്, മരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് മരിക്കാം എന്നും പറഞ്ഞ് ഹച്ചി ആ ബോംബുമായി പുറത്തേക്ക് ചാടി വന്നു. എന്നാൽ ആ ബോംബിന്റെ ഫ്രണ്ടിലായി ഹച്ചി ഒരു ബുള്ളറ്റ് പ്രൂഫ് ഷീൽഡ് പിടിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അപ്പോഴേക്കും ബോംബ് പൊട്ടി ഹൂലിയൻ ചത്ത് ഭിത്തിയിൽ പടമായിരുന്നു. ബുള്ളറ്റ് പ്രൂഫ് ഗാർഡ് ഉള്ളതിനാൽ ഹച്ചിക്കൊന്നും പറ്റിയില്ല. അപ്പോഴേക്കും ഹച്ചിയുടെ അച്ഛനും ഫ്രണ്ടും വന്ന് ഹച്ചിയെ പിടിച്ചെണീപ്പിച്ചു. എനിക്കൊരുപാട് പ്രായമായടാ മോനെ, കേസും കാര്യമൊന്നും നോക്കാനുള്ള സമയം ഇപ്പം ഇല്ല, ബാക്കി കേസിന്റെ കാര്യങ്ങളൊക്കെ നീ നോക്കിയോ എന്ന് തഗ് ഡയലോഗും അടിച്ച് കിളവനും ഫ്രണ്ടും അവിടെ നിന്ന് പോയി. എന്നാൽ അതിനുശേഷം തൻ്റെ മകൾക്ക് പ്രസന്റായി കൊടുക്കാൻ വേണ്ടി ഒരു പൂച്ചക്കുട്ടിയെ ഹച്ചി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അതിനെയും എടുത്ത് അതിന് കൊടുക്കാനുള്ള ഫുഡും എടുത്ത് പിന്നെ കയ്യിൽ എന്തോ ഒരു ബോർഡും എടുത്ത് പുറത്തേക്ക് വന്നപ്പോഴേക്കും അമേരിക്കൻ പോലീസ് അവിടെ എത്തിയിരുന്നു. അതിനുശേഷം അവർ ഹച്ചിയെ ചോദ്യം ചെയ്യുകയാണ്. നിങ്ങൾ ആരാണ്? നിങ്ങൾ എന്തിനാണ് ഇത്രയും പേരെ കൊന്നത്? ഐ ആം നോബഡി, എനിക്ക് പേരൊന്നുമില്ല.
എന്നാൽ എന്നെ നിങ്ങൾക്ക് അറസ്റ്റ് ചെയ്യാനൊന്നും കഴിയില്ല. അപ്പോഴേക്കും ആ പോലീസുകാർക്ക് ഒരു കോൾ വരും. ഹച്ചിയെ റിലീസ് ചെയ്യാനായിരുന്നു അത്. ഇതെല്ലാം കഴിഞ്ഞ് കുറച്ചു കാലങ്ങൾക്ക് ശേഷം ഹച്ചിയും ഭാര്യയും ഇറ്റലിയിൽ ഒരു വീട് നോക്കുകയാണ്. അവർ US-ൽ നിന്നും ഇറ്റലിയിൽ സെറ്റിൽഡ് ആവാൻ തീരുമാനിച്ചു. അങ്ങനെ ഒരു വീട് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഹച്ചിക്ക് ഒരു കോൾ വരും. അണ്ടർഗ്രൗണ്ടുള്ള വീട് മേടിച്ചാൽ മതി, അതാണ് സേഫ്റ്റി എന്നാണ് ആ വിളിച്ച ആൾ ഹച്ചിയോട് പറഞ്ഞത്. ഹച്ചി ഹൗസ് ഓണറോട് വീടിന് അണ്ടർഗ്രൗണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുന്നതിന് മുൻപേ തന്നെ ഹച്ചിയുടെ വൈഫ് അണ്ടർഗ്രൗണ്ട് ഉണ്ടോ എന്ന് ചോദിക്കും. ഹച്ചി അപ്പോൾ തൻ്റെ വൈഫിനെ നോക്കി ചിരിക്കും. ഇതേ സമയം ആ കിളവൻ തന്തയും ഹച്ചിയുടെ കൂട്ടുകാരനും ഇറ്റലിയിലേക്ക് വരികയാണ്. എന്നാൽ നമുക്ക് ഫ്ലൈറ്റിൽ പോയാൽ മതിയായിരുന്നു ഇറ്റലിക്ക് എന്ന് ആ കിളവൻ പറയുമ്പോഴേക്കും ഇത്രയും ആയുധവും കൊണ്ട് ഫ്ലൈറ്റിൽ കയറാൻ കഴിയില്ല എന്ന് പറഞ്ഞ് രണ്ടുപേരും ചിരിക്കും. ആ ഒരു സീനോടെ ഈ സിനിമ അവസാനിക്കും. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം.